ഒരുത്തനെ പിടിച്ച് തലപ്പത്തിരുത്തി കഴിഞ്ഞാൽ ആ ക്ലബിനെ അവൻ എങ്ങനെ തകർക്കാൻ പറ്റും എന്നതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ട് അഭിക് ചാറ്റർജിയുടെ നിയമനത്തിനെ നമുക്ക് സിഇഒ അല്ല ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള നിയമനത്തിനെ കാണാം. ഒഡീഷ അവസ്ഥയിൽ പുള്ളി എന്തൊക്കെയോ മലമറിച്ചെന്ന് പറഞ്ഞായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആളിനെ കൊണ്ടുവന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ അയാള് സിസ്റ്റത്തിനെ മുഴുവൻ തകർത്തു എന്ന് തന്നെ പറയാം. അയാളുടെ കുടുംബക്കാരെയും ഇഷ്ടക്കാരെയും കീ പൊസിഷനുകളിൽ തിരികെ കയറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ആ ഒരു യൂണിഫോം നേച്ചറിനെ തന്നെ ആളില്ലാതാക്കി. ഓൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ, ആ കപ്പലിന്റെ അടിത്തട്ട് വരെ പൊളിച്ച് വിൽക്കുന്ന പണിയാണ് ആള് ചെയ്തത്. പക്ഷെ ചെയ്തതിലൊന്നും യാതൊരുവിധ കുറ്റബോധമോ ഒന്നും ആളിനില്ല. എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാനുള്ള മനസ്സുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച 2 പ്രൊഡക്റ്റുകളായിട്ട് വിലയിരുത്തപ്പെടുന്ന അസറിനെയും ഐവനെയും കുറിച്ച് ആളിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു തരത്തിലും ആർക്കും പൊറുക്കാൻ പറ്റത്തില്ല. കാരണം ഈ 2 താരങ്ങളെയും ഫ്രീ ആയിട്ടാണ് ആള് ഡൽഹിയിലേക്ക് വിട്ടുകൊടുത്തത്. അതായത് അസറിനെയും ഐവനെയും പോലെയുള്ള 2 കിടിലൻ പ്ലേയേഴ്സിനെ ഫ്രീ ട്രാൻസ്ഫറിൽ കൊടുക്കുമ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏതൊരു ക്ലബ്ബും ചെയ്യുന്ന ഏറ്റവും ഡംബസ്റ്റ് ഡിസിഷൻ, ഏറ്റവും മോശം തീരുമാനമായിട്ട് എല്ലാവരും കണക്കാക്കത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു ആരാധകൻ പറഞ്ഞപ്പം ഇയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഡു യു തിങ്ക് ബോത്ത് ആർ ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ഇന്ത്യ? ഈ അസറും ഐവനുമാണോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളെന്നായിരുന്നു അയാളുടെ ചോദ്യം. അയാൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ അസറും ഐവനുമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളെന്ന്? ഈ നാറ് എന്നിട്ട് യുവമാരെ കൊണ്ടുപോയിട്ട് ആരെ കൊണ്ടുവന്നിട്ടുണ്ട്? ചെയ്തതെല്ലാം ശുദ്ധമാടിത്തരം, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇമാതിരി തെണ്ടിത്തരങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ അഭിക് ചാറ്റർജിയുടെ നിയമനത്തിന് പുതിയ എസ് എ റൈറ്റർ വന്നു എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല എന്ന് ഞാൻ പണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇവൻ എസ് എ റൈറ്റർ എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് തെണ്ടിത്തരം ചെയ്തിട്ട് തന്നെ ന്യായീകരിക്കുന്നതിൽ വിദഗ്ധനാണ്. ഏതായാലും ഓപ്പറേറ്റിംഗ് ഓഫീസർ പുള്ളി ആയതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴും ഒരു സീസണിലേക്ക് കൂടി ഈ നാറിയുടെ ഭരണം സഹിക്കേണ്ടി വരും. പക്ഷെ പുള്ളിക്ക് ചില വിഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. വിഷനൊക്കെ ഉണ്ട്, നല്ല പ്ലേയേഴ്സിനെ ആളിന് കണ്ടെത്താൻ അറിയാം. പക്ഷെ ഇമാതിരി ഇടയ്ക്കൂടെ ചില കച്ചവടങ്ങൾ ആൾ നടത്തുന്നുണ്ട്. ഏതായാലും ഫ്രീ ആയിട്ട് ഈ അസറിനെയും ഐമനെയും വേറൊരു ക്ലബിലേക്ക് കൊടുക്കുമ്പോൾ ഇത്രയും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ആർക്കും അടിയിൽ കൂടെ ഒന്നും കിട്ടാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മണ്ടത്തരം ഒന്നും കാണിക്കില്ലല്ലോ. പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആളുടെ പാർട്ണറെയും പിന്നെ അനിയനെയൊക്കെ പിടിച്ച് ഓരോ പൊസിഷനിൽ ഇരുത്തി ക്ലബിനെ അങ്ങ് പൊലച്ചത്. അപ്പം ഒരുത്തൻ വന്ന് കയറി മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിനെ പൊളിച്ചു വിറ്റു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇല്ലാതാക്കി. ലിറ്ററലി അബിഗിന്റെ നിയമനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ചയുടെ ആറ്റം കൂടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേക്ക്. പക്ഷെ പുള്ളി ഒഡീഷയ്ക്കൊപ്പം കിരീടം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്ന് ഒഡീഷയെ കിരീടത്തിലേക്ക് നയിച്ചത് അധികമൊന്നുമല്ല, അവിടെ വേറൊരു ഡ്രൈവിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. അതാണ് അവരെ കിരീടത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.